بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഓരോ ദിവസവും നല്ലതിൽ നിന്നും വീണ്ടും നല്ലതിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത്. നമ്മൾ നല്ലവരാണ് എങ്കിൽ പോലും പിന്നെയും ദുആരക്കും തവഫനി മുസ്ലിമൻ വ അൽഹഖനി ബിസ്സാലിഹീൻ. പടച്ചോനെ, ഇന്നലെ ഞാൻ നല്ലതായിരുന്നു, എന്നെ ഇനിയും നന്നാക്കണം, സ്വാലിഹീങ്ങളോട് ചേർക്കണം. പിന്നെയും ദുആയിരുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിക്ക് ചൊവ്വിന് എന്നെ നടത്തണം എന്ന്. അപ്പോ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാവേണ്ട ഒരു ബോധമാണ് നമ്മൾ നന്നായിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഓരോ മനുഷ്യർക്കും നിർബന്ധമാണ് അവൻ നന്നാവുക എന്ന കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നത്. മഹാന്മാരായ സുഫിയാക്കൾ പറയുന്നുണ്ട്, അൽ വാജിബു അലാ കുല്ലി ഇൻസാനിൻ അൻ യുക്സിറ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ യസ്അലുല്ലാഹ ഫീ ആനാഇൽ ലൈലി വ അത്റാഫിൻ നഹാരി അല്ലാ യുൻസിഅ മിൻഹുൽ ഈമാൻ. നമ്മുടെ മനസ്സിലുള്ള ഈമാൻ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യാൻ മഹാന്മാർ നമ്മെ നിർബന്ധിക്കുകയാണ്. പടച്ചോനെ, മനസ്സിലെ ഈമാൻ ഊരിക്കളയല്ലേ. ഈമാൻ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒരു വ്യഭിചാരി വ്യഭിചാരം നടത്തുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ ഈമാൻ ഊരപ്പെട്ട അവസ്ഥയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോഷണം നടത്തുന്നവൻ മോഷണം നടത്തുമ്പോൾ അവന്റെ മനസ്സിൽ നിന്നും ഈമാൻ ഊരപ്പെട്ട അവസ്ഥയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയുമ്പോൾ മനസ്സിൽ നിന്നും ഈമാൻ ഇങ്ങനെ ഊരപ്പെട്ട അവസ്ഥ. ഇങ്ങനെ ഈമാനിനെ ഊരപ്പെട്ട് ആ ഭാഗത്ത് ഇബ്ലീസ് കയറി അവന്റെ സ്വാധീനവും അവന്റെ എല്ലാ കഴിവുകളും മികവുകളും ആധിപത്യവും ഒക്കെ സ്ഥാപിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈമാൻ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവോട് ദുആരക്കേണ്ടതാണ്. ഹിദായത്ത് തന്നിട്ട് പിന്നെ അത് ഊരിക്കളയാ എന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തീയിലിട്ട് പൊള്ളിച്ചിട്ട് ആ ശരീരത്തെ വീണ്ടും തീയിലേക്ക് പോവണോ എന്ന് ചോദിക്കും പോലെയാ ഈമാൻ ഊരപ്പെടുന്ന അവസ്ഥ. ഈമാൻ ഉണ്ടായിട്ട് പിന്നെ അത് ഊരിപ്പോവാ എന്ന് പറയുന്നത് ഒരാളെ തീയിലിട്ട് ചുട്ടിട്ട് വീണ്ടും അയാളോട് ചോദിക്കാണ്, അതിൽ നിന്നും മോചിപ്പിച്ച ശേഷം ഇനി നീ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന പോലെയാണ് ഒരാള് ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനെ കാണേണ്ടത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മനുഷ്യനും അവൻ അള്ളാഹുവോട് ദ്വാരക്കൽ നിർബന്ധമാണ്. പടച്ചോനെ, എന്റെ മനസ്സിലെ ഈമാൻ കളയല്ലേ അല്ലാഹ്, അങ്ങനെ ദ്വാരക്കണം. അങ്ങനെ ദുആ ചെയ്യുന്നോടത്ത് ദുആ ചെയ്യുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിച്ചിട്ട് ദുആ ചെയ്യണമെന്ന, മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയ ശേഷം ദുആ ചെയ്യണം. എന്ത് ദുആ ഇറക്കണം? പടച്ചോൻ, എന്റെ ഈമാൻ കളയല്ലേ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലാഹുവോട് ഈമാൻ ചോദിക്കുന്ന ഏത് ദുആഇന്റെ മുമ്പും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലല് നല്ലതാണ്. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു, ആ ദുആ ഇജാബത്തുള്ളതാവാൻ വേണ്ടി ഈ ദിക്ർ ചൊല്ലൽ നിർബന്ധവുമാണ്. അഹ്മദ് സമർഖന്ദി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അൽ വാജിബു അലാ കുല്ലി ഇൻസാനിൻ, ഓരോ മനുഷ്യനും നിർബന്ധമാണ് അൻ യുക്സിറ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൂടുതൽ ചൊല്ലൽ നിർബന്ധമാണ്.
പിന്നെയോ വയസ്അലുല്ലാഹ തആല ഫി ആനാഇൽ ലൈലി വഅത്റാഫിൻ നഹാരി അല്ലാ യുൻസിഅ മിൻഹുൽ ഈമാൻ. ഹൃദയത്തിൽ നിന്നും അല്ലാഹുവേ എൻ്റെ ഈമാനിനെ നീ ഊരിക്കളയല്ലേ എന്ന് പാതിരാവിലും പകലിലും അല്ലാഹുവോട് ദുആ ചെയ്യലും നിർബന്ധമാണ്. ദുആരക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം എന്നതാണ്. പിന്നെയോ കേട്ടോളൂ, ഫൻദുർ യാ അഖി വജ്തഹിദ് ഫീ സുനാഹി അംരിക ഖബ്ല അൻ യഅതിയകൽ മൗത്ത്. മരണം വരുന്നതിന് മുന്നേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഹൃദയത്തെ കഴുകണേ സഹോദര. ഫഇന്നക ലാ തദ്രി മത്താ യഅതിയകൽ മൗത്ത്. എപ്പോഴാ മരണം വരാ എന്നൊരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. വഅലം അന്നൽ ഉമറ ഖലീൽ. അറിയണം നമ്മുടെ ആയുസ് അല്പമാണ്. പിന്നെയോ അൽ ഹസ്റത്തു തവീല. ഒരാൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കൂടുതലാണ്. ആയുസ് കുറവാണ്, ആഖിറ നഷ്ടപ്പെടാനും ഈമാൻ നാശമാവാനുമുള്ള സാഹചര്യങ്ങൾ കൂടുതലുമാണ്. വഅലൈക അൻ തുക്സിറ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഈമാൻ നഷ്ടപ്പെടുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ എന്ന് മഹാനായ അഹ്മദ് സമർഖന്ദി ഉദ്ധരിക്കുകയാ. എന്തായിരുന്നു, എന്ത് രസായിരുന്നു പഴയ കാലത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മജ്ലിസുകൾ. അങ്ങനെ ഉണ്ടാവും. സന്ധ്യ ആയി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഒരു മഗ്രിബ് കഴിഞ്ഞ ഏകദേശം ഒരു മുസ്ലിം ഏരിയയിലൊക്കെ കുട്ടികളാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് രസമുള്ള താളമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു തൗഫീഖായി നാവിലേക്ക് ഈ ദിക്ർ എത്തുക എന്നത്. അത് ചൊല്ലാൻ വേണ്ടി കുറച്ച് ആളുകൾ അവൻ തെരഞ്ഞെടുക്കുക, അതിൽ നമ്മൾ പെടാ എന്നത് വലിയ ഒരു ഭാഗ്യമാണ്, തൗഫീഖാണ്. മഹാന്മാരായ മലക്കുകൾ ഇങ്ങനെ തേടി നടക്കാണ് ഓരോ സന്ധ്യ നേരത്തും. എവിടെയാണ് പടച്ച റബ്ബേ ദിക്ർ ചൊല്ലുന്ന ആളുകളുള്ളത്? റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മലക്കുകൾ ഇങ്ങനെ തേടി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു ഇതിനു വേണ്ടി തന്നെ പടച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن لله تبارك وتعالى ملائكة سيارة. സഞ്ചാരികളായ തേടി നടക്കുന്ന ഒരു സംഘം മലക്കുകൾ അല്ലാഹുവിനുണ്ട്. ഫളലൻ യത്തബിഊന മജാലിസൽ ദിക്രി. അവർ പ്രത്യേകിച്ചും തേടി നടക്കുന്നത് ദിക്റിന്റെ മജ്ലിസ് എവിടെ എന്നാണ്. എവിടെയാ ദിക്റിന്റെ മജ്ലിസ് എന്ന് അവർ തേടി നടക്കും. എവിടെയാ ദിക്റിന്റെ മജ്ലിസ്? ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ. അങ്ങനെ അവർ തേടി നടന്നപ്പോൾ ഒരു വീട്ടില് 2 കുട്ടികൾ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു. ഒരു ഉദാഹരണം, 2 ആളുകൾ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു ഒരു മജ്ലിസ് പോലെ. അല്ലെങ്കിൽ ദിക്റിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഇടമെത്തിയപ്പോൾ ഈ മലക്കുകൾ അത് കണ്ടാൽ, മലക്കുകൾ അത് ശ്രദ്ധിച്ചാൽ അവരവിടെ ഇറങ്ങും. എന്നിട്ടോ ഖഅദൂ മഅഹും, ആ ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ തന്നെ ഈ മലക്കുകൾ കയറിയിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ അങ്ങ് കയറിയിരിക്കും. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ മലക്ക് ഇങ്ങനെ കയറുന്നത് കാണുമ്പോൾ പുറകെ വരുന്ന മലക്കുകളൊക്കെ അവരുടെ പിന്നാലെ 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 ഇങ്ങനെ കയറും. ഈ താറാവും കൂട്ടം പോണ കണ്ടിട്ടില്ലേ? ഒരെണ്ണം ഒരു വശത്തേക്ക് പോയാൽ ഒക്കെ കൂടി ഭാഗത്തേക്ക്. ദിക്റിന്റെ മജ്ലിസ് കണ്ടെത്തുന്ന മുൻനിരയിലെ മലക്കുകൾ കയറി അവിടെ ഇരിക്കുന്നത് കാണുമ്പോ മറ്റു മലക്കുകൾ അവിടെ കയറിയിരിക്കും. അങ്ങനെ മലക്കുകൾ ഇരുന്നങ്ങനെ അവരിങ്ങനെ നിറയും അവിടെ. അപ്പോ ഒരു മലക്കിന്റെ മുകളിൽ മറ്റു മലക്ക് കയറിയിരിക്കും. അങ്ങനെ അട്ടിയട്ടിയായി മലക്കുകൾ ഇരിക്കും. ചിറക് കൊണ്ട് മറ്റൊരു മലക്ക് മറ്റൊരു മലക്കിന്റെ പുറത്ത് അതിന്റെ മുതുകിൽ ചിറക് കൊണ്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. അങ്ങനെ അട്ടിയട്ടിയായിരിക്കും. ഈ പാലത്തിന്റെ അടിയിലും വലിയ വലിയ ഫ്ളാറ്റുകളുടെ അടിയിലും തേനീച്ച കൂട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെ ഇരിക്കും മലക്കുകൾ. എവിടെ ഒരു ദിക്റിന്റെ മജ്ലിസിലും മധുരം നുകർന്നുകൊണ്ടിരിക്കും. എന്നിട്ടോ ഹബീബ് പറയാണ്, അങ്ങനെ ഈ മലക്കിന്റെ അട്ടി അട്ടി ഇങ്ങനെ പോയി അത് എവിടം വരെ എത്തുന്നറിയുമോ?
യംലഉ മാ ബൈനഹും വബൈനസ് സമാഇ ദുനിയ, ഒന്നാനാകാശം വരെ ഇങ്ങനെ അട്ടിയായി മലക്കുകളിരിക്കും. നമ്മുടെ വീട്ടിലാണെങ്കിലോ അള്ളാഹു ഭാഗ്യം തരട്ടെ, നമ്മുടെ വീട്ടിലാണ് ആ മധുരം കിട്ടാൻ മലക്കുകൾ ഇങ്ങനെ അട്ടിയായിരിക്കുന്നതെങ്കിലോ അള്ളാഹു അത് ശ്രദ്ധിക്കുകയാണല്ലോ, അള്ളാഹു അത് കാണുകയാണല്ലോ. മലക്കുകൾ നമ്മുടെ കുടുംബത്ത് വന്ന് സന്തോഷിക്കാണല്ലോ. എന്നിട്ടോ ഇങ്ങനെ ദിക്റിന്റെ മജ്‌ലിസൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു കഴിയുമ്പോ ഈ മലക്കുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകും. അറജൂ വസഇദൂ ഇലസ്സമാ, അവർ വന്ന ആകാശത്തിന്റെ സീമകളിലേക്ക് കടന്നു പോകും. فإذا تفرقوا عرجوا وصعدوا إلى السماء قال فسألهم الله عز وجل وهو أعلم بهم. അള്ളാഹു ഈ ചൊല്ലുന്ന മലക്കുകളോട് ചോദിക്കും, മിൻ ഐന ജിഅ്തും, അല്ല മലക്കുകളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ചോദിക്കുന്ന റബ്ബ് വഹുവ അഅലമു ബിഹിം, അള്ളാഹുവിനറിയാം ഇവരെവിടെ നിന്ന് വരുന്നു എന്ന്. എന്നാൽ അള്ളാഹു ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കും. അപ്പൊ ഈ മലക്കുകൾ പറയും, അള്ളാഹുവേ ജിഅ്നാ മിൻ ഇൻദി ഇബാദില്ലക ഫിൽ അർദ്, ഭൂമിയിലുള്ള നിന്റെ അടിമകളുടെ അടുക്കൽ നിന്നാ ഞങ്ങൾ വരുന്നത്. യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയുഹല്ലിലൂനക വയുഹമ്മിദൂനക. അല്ലാഹുവേ, ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോ നിന്റെ അടിമകൾ അവിടെ വെച്ചുകൊണ്ട് കുറെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. മാത്രവുമല്ല കുറെ അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടുണ്ട്. ചിലരവിടെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. ചിലരവിടെ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. മാത്രവുമല്ല ഈ ദിക്റുകൾ ചൊല്ലിയ ശേഷം യസ്അലൂനക, നിന്നോട് അവർ ദുആ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഇതൊക്കെ അള്ളാഹ്ക്കറിയാം, എന്നാലും ചോദിക്കും. അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും, മലക്കുകളെ, വമാദാ യസ്അലൂനി, അവരെന്നോട് എന്താ ദുആ ചെയ്തത്? ദിക്ർ ചൊല്ലിയിട്ട് അവരെന്താ ദുആ ചെയ്തത്? മലക്കുകൾ പറയും, പടച്ചറബേ, ഞങ്ങൾ ആമീൻ പറഞ്ഞവരാ സദസ്സിലിരുന്ന്. ഈ കോടിക്കണക്കിന് മലക്കുകൾ ആമീൻ പറഞ്ഞു. എന്താണ് അവര് നിന്നോട് ചോദിച്ചതെന്നറിയുമോ? യസ്അലൂനക ജന്നതക, നിന്റെ സ്വർഗം അവർക്ക് കൊടുക്കോ എന്നാ ചോദിച്ചത്. അല്ലാഹു ചോദിക്കും മലക്കുകളോട്, മലക്കുകളെ, വഹൽ റഅൗ ജന്നതി, എന്റെ സ്വർഗം അവർ കണ്ടിട്ടാണോ ചോദിച്ചത്? മാത്രവുമല്ല അവർ കാണാനിട്ട് ചോദിച്ചതാണല്ലോ. മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹ് പറയും, അപ്പോ ഫകൈഫ ലൗ റഅൗ ജന്നതി, എന്റെ സ്വർഗമെങ്ങാനും കണ്ടിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിന് എത്ര ശക്തിയായിരിക്കും. കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അവര്, എന്നാലും സ്വർഗം അവര് ചോദിച്ചത്. കാണാത്ത അവരത്രയും സ്വർഗം ചോദിച്ചെങ്കിൽ, കണ്ടേറുന്നെങ്കിൽ അവരെത്ര ചോദിക്കുമായിരുന്നു. മലക്കുകൾ പറയും, പടച്ചോനെ, അവർ നിന്നോട് സ്വർഗം ചോദിക്കുക മാത്രല്ല ചെയ്തിട്ടുള്ളത്, മാത്രവുമല്ല തമ്പുരാനെ, വയസ്തജീറൂനക, നിന്നോട് അവർ കാവൽ തേടിയിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കും, വമിമ്മ, എവിടെന്നാ, എന്തിനെ തൊട്ടാ അവർ കാവൽ തേടിയത്? അള്ളാഹുവിനറിയാം അവർ എന്തിനെ തൊട്ട് കാവൽ തേടിയെന്ന്. മലക്കുകൾ പറയും, റബ്ബേ, അവർ നിന്നോട് കാവൽ തേടിയത് നിന്റെ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ചോദിക്കും, നരകത്തെ അവർക്ക് അറിയോ? അള്ളാഹ്ക്കറിയാം. നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ലാ, അവർ നരകത്തെ കണ്ടിട്ടില്ല. അല്ലാഹ് ചോദിക്കും, ഫകൈഫ ലൗ റഅൗ നാരി, എന്റെ നരകമെങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ എത്ര ശക്തിയിലായിരിക്കും അവർ ചോദിക്കാം. അല്ലാഹു ഇതെല്ലാം കേട്ടു പിന്നെയും മലക്കുകൾ പറയും, റബ്ബേ, നിന്നോട് അവർ പാപം പൊറുക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങൾ കേട്ടതാ, ആമീൻ പറഞ്ഞതാ. ഈ ദിക്റുകൾ ചൊല്ലിയിട്ട് സദസ്സിൽ വെച്ച് പാപം പൊറുക്കണേ എന്ന് അവർ ദുആ ചെയ്തിരുന്നു. അല്ലാഹു പറയും, ഖദ് ഗഫറതു ലഹും, അവർക്ക് ഞാൻ പൊറുത്തു മലക്കുകളെ. ഫഅഅതൈതുഹും മാ സഅലു, അവർ ചോദിച്ച സ്വർഗം ഞാൻ അവർക്ക് ഉറപ്പിച്ചു മലക്കുകളെ. വഅജർതുഹും മിമ്മസ്തജാറൂ, അവർ അഭയം തേടിയ നരകത്തിൽ നിന്നും അവർക്ക് ഞാൻ കാവലേർപ്പെടുത്തി മലക്കുകളെ. അപ്പോ മലക്കുകൾ പറയും, അല്ലാഹുവേ, ദിക്റിന്റെ മജ്‌ലിസിൽ ഞങ്ങൾ ഒന്നേന്ന് മുതൽക്ക് ശ്രദ്ധിച്ചിരുന്നു. റബ്ബി ഫീഹിം ഫുലാനുൻ അബ്ദുൻ ഖത്താബ്, ആ ദിക്റിന്റെ മജ്‌ലിസിൽ
ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അല്ലാഹ് ഇന്നമാമറ, അയാൾ ആ ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്ന ആളല്ല, അയാൾ അതിലൂടെ നടന്നു പോയ ആളാണ്. അപ്പോഴുണ്ട് അവിടെ കുറച്ചു പേര് ദിക്ർ ചൊല്ലുന്നു, എന്നാ ഞാനും അങ്ങോട്ട് കയറിയേക്കാം. കരുതി കൂട്ടി വന്നതല്ല, അയാൾ പോണ വഴിയിലൊന്ന് തല കാണിക്കാൻ വേണ്ടി അവിടെ ഒന്ന് കേറി കുറച്ചു നേരം അവിടെ ഇരുന്നതേ ഉള്ളൂ. ആദ്യം മുതൽ അയാൾ പങ്കെടുത്തിട്ടില്ല, ഒന്ന് വന്ന് ഇരുന്ന് പോയതേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളും ആ സദസ്സിലുണ്ടായിരുന്നു. അല്ലാഹ് അവിടെ വെറുതെ ഒന്ന് വന്നിരുന്ന് പോയതാ, അയാൾ അതിനായി വന്നതല്ല, ദിക്റിന്റെ മജ്ലിസാണെന്ന് കരുതി ഞാൻ ഇപ്പൊ അന്നത് 5 മിനിറ്റ് ഇവിടെ ഇരിക്കാം, അങ്ങനെ കേറി ഇരുന്നിട്ട് പോയതാ. അങ്ങനെ ഒരാളും ആ കൂട്ടത്തിലുണ്ട്. അല്ലാഹു പറയും വലഹു ഗഫറതു, അവർ അദ്ദേഹത്തിന് ആ ഒരാൾക്കും ഞാൻ പുറത്തു മലക്കുകളെ. അവൻ പോയിരുന്നത് ആരുടെ കൂടെ എന്നറിയുമോ? ദിക്ർ ചൊല്ലിയവരുടെ കൂടെയാണ്. അവരോട് ചേർന്നിരിക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ കൂടെ ദിക്ർ ചൊല്ലണ്ട, ദിക്ർ ചൊല്ലുന്ന സദസ്സിലൊന്ന് പോയിരുന്നാൽ മതി, അവരോട് ചേരുന്ന ആളും പരാജയപ്പെടൂല. അങ്ങനത്തെ മഹാന്മാരായ ദാക്കിരീങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഒരല്പനേരം വന്നിരുന്നവനും ഞാൻ പൊറുക്കുന്നു, സ്വർഗം കൊടുക്കുന്നു, നരകത്തിൽ നിന്നും കാവലേർപ്പെടുത്തുന്നു എന്ന് അല്ലാഹു മലക്കുകളോട് പറയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മജ്ലിസുകൾ നമ്മുടെ കുടുംബത്ത് വേണം. അതൊരു 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്. ഒരുപാട് പഠിക്കാൻ നമ്മുടെ കൊച്ചുമക്കൾക്കുണ്ട്, നമുക്കും ഒരുപാട് ജോലികളുണ്ട്. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും മഗ്രിബ് സമയത്തിന് നിസ്കരിക്കാം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മക്കളെയൊക്കെ വിളിക്കാടുത്തിരുത്തന്നിട്ടോ ഒരു 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 എണ്ണം ചൊല്ല, ഒരു 10 അസ്തഗ്ഫിറുല്ലാഹ് അല്ല, ഒരു അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അങ്ങ് ചൊല്ലിയിട്ട് ഒരു കുറഞ്ഞ സമയം, ഒന്നാമത്തെ ദിവസം വാച്ചിൽ നോക്കണം എത്ര മിനിറ്റ് വേണ്ടി വരുന്നു ഇതിനെന്ന്. മാക്സിമം 5 മിനിറ്റ്. എന്നിട്ടങ്ങ് ദുആരക്കണം, പടച്ചോനെ പ്രയാസങ്ങളുണ്ട് അല്ലാഹ്. കൊച്ചുമക്കൾ ആമീൻ പറയുന്നു. അല്ലാഹുവേ വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ അങ്ങ് ദുആരക്ക. ഇത് നമ്മുടെ കൊച്ചുമക്കളുടെ ജീവിതശീലങ്ങളിൽ കുഞ്ഞു പ്രായത്തിൽ അവരെ പല്ല് തേക്കാൻ നമ്മൾ ശീലിപ്പിച്ച പോലെ, കുളിക്കണമെന്ന് പഠിപ്പിച്ച പോലെ പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ 5 മിനിറ്റിനെയും അവരോട് നമ്മൾ ചേർത്ത് വെച്ച് അതിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മളും രക്ഷപ്പെട്ടു, ആ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അത് ഫൗണ്ടേഷനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫൗണ്ടേഷനാണ്. ചോട് നല്ല ഉറപ്പ് വേണം, ഇല്ലാതെ എത്ര നില കയറ്റിയാലും കാര്യമില്ല. ചോട് ഉറപ്പില്ലെങ്കിൽ കടപുഴകി വീഴും, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ചോട് നല്ല ഉറപ്പുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ചോട്, ചുവട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയുന്ന ആയത്താണെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിക്കുകയാണ്. ഏതുപോലെ? കശജറത്തിൻ ത്വയ്യിബാ, നല്ലൊരു വൃക്ഷം പോലെ, നല്ല ഗുണമുള്ള വൃക്ഷം പോലെ. ആ വൃക്ഷത്തിന്റെ ഗുണമെങ്ങനെ, അതിന്റെ സവിശേഷത എങ്ങനെ? അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ നല്ല ആഴത്തിൽ മണ്ണിലേക്ക് പിടിച്ചിട്ടുണ്ട്. എത്ര കുലുക്കിയാലും അത് കുലുങ്ങൂല, എത്ര പറിച്ചെടുക്കാൻ ശ്രമിച്ചാലും അത് പറഞ്ഞു വരൂല. കണ്ടിട്ടില്ലേ എത്രയോ അടി ഉയരത്തിലുള്ള തെങ്ങ്,
എന്ത് വെയിറ്റ് ആണ് ആ വൃക്ഷത്തിന്. വലിയ കാറ്റ് വരുമ്പോ ആ തെങ്ങിന്റെ ഓല എല്ലാം കൂടിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൊട പിടിച്ച മാതിരി ഇങ്ങനെ നിൽക്കും, തലമുടി പറന്ന് നിൽക്കുന്ന പോലെ. ഇപ്പുറത്തെ സൈഡിലേക്കാണ് കാറ്റ് വരുന്നെങ്കിൽ എല്ലാ ഓലയും കൂടിയിട്ട് അപ്പുറത്തേക്ക് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കാടും. പക്ഷേ അതിന്റെ ചോട് കുലങ്ങൂല, ചുവട്ടിലെ കുലക്കോല അതിന്റെ തലഭാഗം ഇങ്ങനെ കിടന്നാടും. എന്തുകൊണ്ട്? അതിന്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങി ഇതുപോലെയാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ അത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മരണനേരത്ത് നാവിൻ തുമ്പിലേക്ക് വരും. സൂറത്ത് ഇബ്രാഹീമിന്റെ 24, 25, 26, 27 ആയത്തുകളാണ് ഓതാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ മരത്തിന്റെ വേരുകൾ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ എത്ര വലിയ കാറ്റടിച്ചാലും ആ മരം കടപുഴകില്ല, ആ മരം ആടി ഉലയില്ല, അതിന്റെ ചുവട് ഒട്ടും ഇളക തന്നെയില്ല. എന്തുകൊണ്ട്? വേരിറങ്ങി. വേര് ഇറങ്ങണം എവിടെ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച തത്വം നമ്മുടെ അനുസരണാ പദങ്ങളിൽ ഉണ്ടാവണം. അല്ലാഹുവേ, ഞാൻ ആ വർത്തമാനം കേൾക്കാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? അത് തെറ്റാണല്ലോ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേര് നമ്മുടെ കാതിലെത്തി. അല്ലാഹുവേ, അത് ഞാൻ കാണാൻ പാടില്ലാത്തതാണല്ലോ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വലിയ വൃക്ഷത്തിന്റെ വേര് നമ്മുടെ കണ്ണിലെത്തി. അല്ലാഹുവേ, അത് ഞാൻ പറയാൻ പാടില്ലാത്തതാണല്ലോ അല്ലാഹ്. മഹാനായ അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മൂമിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്തുന്ന ഈമാനിനെ വൃക്ഷത്തെ പോലെ ഉപമിച്ചതും ഞാൻ ചേർത്ത് പറയട്ടെ. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വരുന്ന ഹറാമായ കാഴ്ച കാണാതിരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തിന്റെ വേര് കണ്ണിൽ വേണം. കൈകൊണ്ട് ഹറാമ് ചെയ്യാതിരിക്കാൻ കയ്യിലേക്ക് വരണം. ഹൃദയത്തിന്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേര് നമ്മെ പാപം ചിന്തിക്കാതെ നമ്മെ വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. ഖുർആൻ പറയുന്നു, അങ്ങനെ വേരുകൾ 4 ഭാഗത്തേക്ക് ഇറങ്ങിയ ഉറപ്പുള്ള മരമായിരിക്കണം. ഇവിടെ പറഞ്ഞ ഷജറത്ത് എന്നത്, വൃക്ഷം എന്നത് മുഅ്മിനായ മനുഷ്യന്റെ ശരീരമാം. ഇവിടെ പറഞ്ഞ കലിമത്തുൻ ത്വയ്യിബ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തഫ്സീർ ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് കാണാം. ഇനി കേട്ടോളൂ. അങ്ങനെ ആ മരത്തിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വിടർന്നു നിൽക്കുന്ന പോലെ ഈ വൃക്ഷമാകുന്ന മൂമിനായ മനുഷ്യന്റെ അമലുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക. ഈ മൂമിനായ മനുഷ്യന്റെ അമലുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ആ വൃക്ഷത്തിന്റെ ഈത്തപ്പന മരമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വൃക്ഷം. അതിന്റെ ഫലങ്ങള് രാവിലെയും വൈകുന്നേരവും ഒരു പക്ഷേ ഈത്തപ്പഴം പറിച്ചെടുക്കാൻ പറ്റുന്ന പോലെ അസറിന്റെയും സുബഹിയുടെയും ജമാഅത്തിന്റെ നേരത്ത് നമ്മുടെ അമൽ ഉയർത്തും. ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, സുബഹിക്ക് നമ്മൾ പതിവായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് മുടക്കം വന്നു പോയാൽ അത് അസറിന് ചെയ്യൽ നല്ലതാണ്. എന്തുകൊണ്ട്? കയറ്റുമതിയുടെ സമയമാണ്. അസറിന് വല്ലതും മുടക്കം വന്നു പോയാൽ അത് സുബഹിക്ക് നമ്മൾ ചെയ്യല് നല്ലതാണെന്ന് പറയുന്നുണ്ട്. മലക്കുകൾ ശ്രദ്ധിക്കുന്ന 2 സമയമാണ്. ഈ വൃക്ഷമാകുന്ന ഈത്തപ്പന അതിന്റെ പഴങ്ങളെ രാവിലെയും വൈകുന്നേരവും പൊഴിച്ചു വിടുന്ന പോലെ മൂമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും കണ്ണിൽ നിന്നും കാതിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വേരിറങ്ങിയ ആ നല്ല പ്രകൃതത്താൽ അവനുണ്ടാക്കിയെടുത്ത അമലുകൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തപ്പെടുന്നു.
വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു ഉപമകൾ പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. നീ കേട്ടോളൂ. വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ ജുതുസത് മിൻ ഫൗഖൽ അർളി മാ ലഹാ മിൻ ഖറാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത ദൃഢതയില്ലാത്ത ഏത് വർത്താനവും അത് കടപുഴകിയ മരം പോലെ. മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ഉപദ്രവമല്ലാതെ ഒരു ഉപയോഗവും പ്രയോജനവുമില്ല. കടപുഴകിയ മരം, ചോട് ചീഞ്ഞ ഒരു വലിയ തെങ്ങ് നമ്മുടെ വീടിന്റെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എടങ്ങേറ, ആപത്ത. അതുപോലെയാണ് വിഫലമായ വർത്തമാനങ്ങൾ. ഇനി കേട്ടോളൂ. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അദ്ദാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. മുഅ്മിനീങ്ങളായ മനുഷ്യരെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിത്, ഉറപ്പുള്ള വാക്കിൽ ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ആ ഉറപ്പുള്ള വാക്ക് അവരുടെ നാവിൽ എപ്പോഴും ഉണ്ടോ എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അവർ രക്ഷപ്പെടും. ആ ഉറപ്പുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ കിടക്കുന്ന ആളെ കേൾപ്പിച്ചു ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മരിക്കാൻ കിടക്കുന്ന ആളെ കേൾപ്പിച്ചു ചൊല്ലണം. ഒറ്റ പ്രാവശ്യം ചൊല്ലി കൊടുക്കാവുള്ളൂ. അയാൾ ചൊല്ലിയാ പിന്നെ ചൊല്ലി കൊടുക്കാനും നിൽക്കരുത്, നിർബന്ധിക്കാനും പാടില്ല. എന്തുകൊണ്ടാണ് മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരാൻ കാരണം? അതൊരു മധുരമാണ്. മരിക്കാൻ കിടക്കുന്ന ആള് മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം കേട്ടാൽ തന്നെ അവന്റെ പാപം പൊറുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഗസ്സാനി ഇഹ്യായിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം ഹദീസ്. മരിക്കാൻ കിടക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അവരുടെ ചെവിയിൽ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ ചൊല്ലിക്കൊടുക്കുമ്പോ ആ മരിക്കാൻ കിടക്കുന്നവന്റെ പാപം പൊറുക്കും. അത് വല്ലാത്തൊരു പ്രത്യേകത. അപ്പൊ സഹാബി ചോദിച്ചു, ഫഖീല, ഒരു സഹാബി ചോദിച്ചു, നബിയെ, ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോഴീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും ചൊല്ലിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിലോ മരിക്കാൻ കിടക്കുന്നവന്റെ പാപം പൊറുക്കുന്ന പോലെയല്ല, ഇരട്ടി 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 പാപങ്ങൾ അല്ലാഹു പൊറുക്കാം. ഇമാം ഗസ്സാലിയുടെ ഇഹ്യായിലുണ്ട് ഹദീസ്, സയ്യിദുനാ റസൂലുള്ളാഹി. വേറെ കിതാബുകളിലുണ്ട് ഹദീസ്. ഇനിയും പറയും ഞാൻ ആ ഹദീസ്. അത്രയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫളില്, വലിയ പവറാണ്. ദിക്റിന്റെ എളുപ്പത്തിൽ നമ്മുടെ നാവിന്റെ തുമ്പിൽ വരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ല രസല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചോനെ നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണനേരത്ത് ഒരു മനുഷ്യന്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ മരിക്കാൻ നേരം ഉറപ്പായിട്ടും അവൻ അതേ പറയൂ, അതേ പറയൂവൻ. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. സൂറത്ത് ഗാഫിർ തുടങ്ങുന്നത് അള്ളാഹിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടാ. ആ വിശേഷണങ്ങൾക്ക് സ്വഹാബത്ത് കൊടുക്കുന്ന അർത്ഥം കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. അള്ളാന്റെ വിശേഷണമാണ് അസീസുൽ അലീമാണ് അല്ലാഹു. ഗാഫിറുൽ ദംബാണ്, പാപം പൊറുക്കുന്നവൻ. എന്താണ് ഈ ഗാഫിറുൽ ദംബ്? മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്ക് പാപം പൊറുക്കുന്നവൻ എന്നാ അതിനർത്ഥം. അല്ലാഹു ഗാഫിറുദ് ദംബാണ്, പാപം പൊറുക്കുന്നവൻ. ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി, പാപം അല്ലാഹു പൊറുക്കുമതാണ് ഈ ആയത്തിന്റെ അർത്ഥം. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞു ഖാബിലത്ത് തൗബാണ്, തൗബകളെ സ്വീകരിക്കുന്നവൻ എന്നാണ്. തൗബ സ്വീകരിച്ച സ്ഥാനത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് ഇബ്നു ഉമർ തങ്ങൾ പറയാണ്. ശദീദുൽ ഇഖാബാണ് അല്ലാഹ്. അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ആരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് അധികാരം കൊടുക്കുന്നു. അതാർക്കാണ്? അല്ലാഹു ഒരാളെ പ്രാപ്തനാക്കുന്നു. ആരെയാണ്? ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നവരെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്ത് ഗാഫിറിന്റെ തഫ്സീറിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അതിന്റെ യഥാർത്ഥ മധുരം നുകരാൻ അതിനോട് ചേർന്ന് നിന്ന മുത്തഖീങ്ങളുടെ സ്വഭാവവും ജീവിതവും ഞങ്ങൾക്ക് നീ നൽകണമല്ലാ. അമലുകൾ കബൂലാവാൻ, ആഖിബത്ത് നന്നാവാൻ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കാൻ റബ്ബേ ഒരു സമയവും വെറുതെ കളയാതെ നാവിൻ തുമ്പിലേക്ക് ലളിതമായി ഒഴുകിയെത്തുന്ന ഞങ്ങളുടെ ശരീരത്തിന്റെ യാന്ത്രിക പ്രയോഗങ്ങളായി മാറാൻ ഈ ശരീരങ്ങൾ പരിശീലിക്കും വിധം ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഞങ്ങളിലേക്ക് അടുപ്പിക്കണമല്ലാ, ഞങ്ങൾ അതിലേക്ക് ചേർക്കണം അല്ലാ.